ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല സോപ്പും പത പോലെ പതഞ്ഞു പൊങ്ങി വരുന്ന ഇഡ്ലി മാവിൻ്റെ റെസിപ്പിയാണ്. മാവ് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റായി കിട്ടാൻ ചില സൂത്രങ്ങൾ ചെയ്താൽ മതി. നമ്മളിവിടെ കുക്കറിലാണ് മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഇഡ്ലിയും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു കുക്കറും ഒരു ഗ്ലാസ്സും ഉണ്ടെങ്കിൽ നമുക്ക് പൂ പോലത്തെ ഇഡ്ലി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഇഡ്ലി റൈസ് എടുക്കുന്നുണ്ട്. ഇഡ്ലി റൈസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഇനി ഈ റൈസ് നമുക്ക് 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കണം. ഞാനിതൊരു 4 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി മറ്റൊരു ബൗളിൽ ഞാൻ 1 കപ്പ് ഉഴുന്നുപരിപ്പ് എടുക്കുന്നുണ്ട്. ഇനി ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഉഴുന്നുപരിപ്പ് നമുക്കൊരു 4 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെക്കാം. ഇപ്പം 4 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അരിയൊക്കെ ശരിക്കും കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുക്കാം. അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഈ അരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും കൂടാണ്ട് ശ്രദ്ധിക്കണം ഇത് അരച്ചെടുക്കുമ്പം. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മാവ് ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഉഴുന്ന് കുതിർത്ത് വെച്ച ഈ വെള്ളത്തിൽ തന്നെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്ന് നേരത്തെ അരച്ചെടുത്ത അരിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് 1 കപ്പ് ചോറ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് അരച്ചെടുക്കാം. ചോറിന് പകരമായിട്ട് നിങ്ങൾക്ക് അവൽ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അവലാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടി വരും. എന്നിട്ട് വേണം അത് അരച്ചെടുക്കാൻ. ഇനി അരച്ച ചോറ് നമ്മൾ കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അരിയും ഉഴുന്നും ചോറും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മളെ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒരു 3-4 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഈ മാവിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഇതൊന്നിങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്താണെങ്കിൽ ഈ ഗ്ലാസ് മാവിൽ ഫേമായി നിന്നോളും. ഇപ്പം ഗ്ലാസ് മാവിൽ ഫേമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കാം. ശരിക്കും നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ അടച്ചിട്ട് ഇതിൻ്റെ വിസിലും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. കുക്കർ ശരിക്കും അടച്ച് വെച്ചതിൻ്റെ ശേഷം നമുക്കിതുപോലെ ഒരു പാനിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ചൂടുവെള്ളം എടുത്തിട്ട് ഈ കുക്കറൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളത്തിന് ചെറിയ ചൂടേ പാടുള്ളൂ, നല്ല തിളച്ച വെള്ളം പാടില്ല. ഇതൊരു ടിപ്പാണ്. മാവ് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വെള്ളത്തിന് ചെറിയ ചൂടേ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു 4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ കുക്കർ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. വെള്ളം തണുത്ത് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കുക്കർ എടുത്ത് മാറ്റണം. ഇനി നമുക്ക് ഈ കുക്കർ ഒരു വാമായ സ്ഥലത്ത് ഒരു 6 മണിക്കൂർ നേരത്തേക്ക് വെക്കാം. ഇപ്പം ഒരു 6 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിസിലൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് പതുക്കെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. മാവ് നന്നായിട്ട് ഫെർമെൻറ്റായി കിട്ടിയിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ ടോപ്പ് ലെവൽ വരെ നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഗ്ലാസ് വെച്ചതുകൊണ്ട് ഈ മാവൊന്നും പുറത്ത് ചിന്തിയിട്ടില്ല. അപ്പോൾ ഗ്ലാസ് വെക്കുന്നതുകൊണ്ട് അങ്ങനെയും ഒരു ഗുണമുണ്ട്. മാവ് പൊങ്ങി വന്നാലും പുറത്തേക്കൊന്നും ചിന്തൂല. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഈ ഗ്ലാസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. മാവ് നല്ല രീതിയിൽ തന്നെ ഫെർമെൻറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ് എടുത്ത് മാറ്റിയിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കാണാൻ പറ്റും. മാവ് ശരിക്കും നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മാവിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോരോ കുഴിയിലേക്കും നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇഡ്ഡലി മാവ് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ ആദ്യം വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിയൊക്കെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ തട്ട്
പുറത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് തണയാൻ വേണ്ടി വെക്കാം. ഇപ്പം ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് അടത്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ അടത്തിയെടുക്കാം. നമുക്ക് കത്തിയോ സ്പൂണോ ഒന്നിൻ്റെ തന്നെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഇഡ്ഡലി എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. മാവ് ഒരു തവണയെങ്കിലും നിങ്ങൾ കുക്കറിൽ വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.